എന്താണ് ആത്മീയത? ആത്മീയതയുണ്ടായിരിക്കാൻ ഒരു മതത്തിന്റെ ഭാഗമായിരിക്കണോ? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ബൈബിളിൽ പറയുന്ന ആത്മീയത ദൈവത്തെ സന്തോഷിപ്പിക്കാനും ദൈവം ചിന്തിക്കുന്ന വിധത്തിൽ ചിന്തിക്കാനുമുള്ള ഒരാളുടെ അതിയായ ആഗ്രഹവും മനസ്സുരുക്കവുമാണെന്ന് പറയാൻ കഴിയും. ആത്മീയതയുള്ള ഒരാൾ ദൈവത്തിന്റെ നിലവാരങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ വഴി നയിക്കലിനും ചേർച്ചയിൽ ജീവിക്കാൻ നന്നായി ശ്രമിക്കും. റോമർ 8:5, എഫേസ്യർ 5:1. ബൈബിളിൽ ആത്മീയതയില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആത്മീയതയുള്ള ഒരാളിൽ നിന്ന് വ്യത്യസ്തമായി ജഡിക മനുഷ്യൻ ദൈവാത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ അഥവാ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല. ആത്മീയ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ജഡിക മനുഷ്യർക്കിടയിൽ അസൂയയും കലഹവും ഉണ്ടാകുന്നു. അവർ ദാനശീലരും സമാധാനമുണ്ടാക്കുന്നവരുമല്ല. 1 കൊരിന്ത്യർ 3:1-3 പരദൂഷണം പറയുന്നവരെയും ഉറ്റ സുഹൃത്തുക്കളെ തമ്മിലടുപ്പിക്കുന്നവരെയും ആത്മീയതയില്ലാത്തവരും മൃഗീയരുമെന്നാണ് വിളിക്കുന്നത്. സുഭാഷിതങ്ങൾ 16:28. ആത്മീയത എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് ആത്മീയതയുള്ളവരായിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഉൽപ്പത്തി 1:27. അതുകൊണ്ട് കാണാനോ തൊടാനോ കഴിയാത്ത കാര്യങ്ങളെ മിക്കവരും വിലമതിക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ അതിശയിക്കാനില്ല. ദൈവമായ യഹോവയുടെ ഗുണങ്ങൾ കാണിക്കാനുള്ള കഴിവ് ജന്മനാ നമുക്കുണ്ട്. അതുകൊണ്ടാണ് പക്ഷപാതം കാണിക്കാതിരിക്കാനും സമാധാനം, കരുണ പോലുള്ള ഗുണങ്ങളുള്ളവരായിരിക്കാനും നമുക്ക് കഴിയുന്നത്. യാക്കോബ് 3:17. അതുമാത്രമല്ല, തന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നവരുടെ ആത്മീയത ദൈവം ശക്തമാക്കുകയും ചെയ്യും. ആത്മീയത പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മീയത ജീവനും സമാധാനവും തരുന്നു. ദൈവം തരുന്ന അമൂല്യമായ സമ്മാനങ്ങളാണിത്. ജീവൻ. ആത്മീയതയുള്ളവർക്ക് നിത്യജീവൻ നൽകുമെന്ന് ദൈവം ഉറപ്പുകൊടുക്കുന്നു. യോഹന്നാൻ 17:3, ഗലാത്യർ 6:8. സമാധാനം. ഇത് ദൈവവുമായുള്ള സമാധാനമാണ്. ഭൗതിക ആവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. ആത്മീയത വളർത്തിയെടുക്കുന്നവർക്ക് ദൈവം മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം നൽകും. ആ സമാധാനം ജീവിതത്തിൽ സന്തോഷമുള്ളവരായിരിക്കാൻ അവരെ സഹായിക്കും. ഫിലിപ്പിയർ 4:6, മത്തായി 5:3.